കൽപ്പാത്തിയിൽ രഥപ്രയാണത്തിന് തുടക്കമായി. വിശ്വനാഥസ്വാമിയുടെയും വിശാലാക്ഷി അമ്മാളിന്റെയും തിരുക്കല്യാണത്തോടെയാണ് രഥോത്സവത്തിന് തുടക്കമായത്. ശേഷം അഗ്രഹാര വീഥികളിൽ രഥപ്രയാണം നടക്കുകയാണ്. അരുൺ ആലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കൽപ്പാത്തിയിലെ അഗ്രഹാര വീഥികൾ പൂർണ്ണമായും ഭക്തിസാന്ദ്രമായി മാറിയിരിക്കുകയാണ്. രഥോത്സവത്തിന്റെ ആദ്യ ദിനം തന്നെ വലിയ തിരക്കാണ് കൽപ്പാത്തിയിൽ കാണാൻ സാധിക്കുന്നത്. എല്ലാവരും കൈലാസനാഥനെ സ്തുതിച്ചുകൊണ്ട്, വിനായകനെ സ്തുതിച്ചുകൊണ്ട്, സുബ്രഹ്മണ്യ സ്വാമിയെ സ്തുതിച്ചുകൊണ്ട് രഥോത്സവത്തിന്റെ ആഘോഷത്തിന്റെ ആദ്യ ദിനം വളരെ മനോഹരമാക്കി മാറ്റുകയാണ്. രഥപ്രയാണം ആരംഭിച്ചിരിക്കുന്നു. ദേവീദേവന്മാരുടെ ആ രഥത്തിലേറിയുള്ള പ്രയാണം ആരംഭിച്ചിരിക്കുന്നു. ആദ്യം രഥത്തിലേറിയത് ഗണപതിയാണ്. ഗണപതിക്ക് പിന്നാലെ വള്ളി ദൈവാനി സമേതനായ സുബ്രഹ്മണ്യ സ്വാമി രഥത്തിലേറി. മൂന്നാമതായിട്ട് രഥത്തിലേറിയത് ശിവപാർവതിയാണ്. അതായത് വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമിയാണ് മൂന്നാമതായിട്ട് രഥത്തിലേറിയത്. മൂന്നാമതായിട്ട് വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി കൂടെ രഥത്തിലേറിയതോടുകൂടെ തന്നെ രഥപ്രയാണം ആരംഭിച്ചു. ആദ്യം പ്രയാണം ആരംഭിച്ചത് ഗണപതിയുടെ രഥമാണ്. അതിന് തൊട്ട് പിന്നിലാണ് വള്ളി ദേവാനി സമേതനായ സുബ്രഹ്മണ്യ സ്വാമിയുടെ രഥം പ്രയാണം ആരംഭിച്ചത്. ഏറ്റവും പുറകിലായിട്ട് മൂന്നാമതായിട്ടാണ് ശിവൻ്റെയും ശിവപാർവതി രഥം പ്രയാണം ആരംഭിച്ചത്. ഏതായാലും ഈ മൂന്ന് രഥങ്ങളും അഗ്രഹാര വീഥികളിലൂടെ ഇങ്ങനെ പ്രയാണം നടത്തുമ്പോൾ ഇത്തവണത്തെ ഒരു പ്രത്യേകത എന്നുള്ളത് ഉപതെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ ഈ രഥോത്സവം നടക്കുമ്പോൾ വലിയ ആവേശകരമായി രഥോത്സവം പുരോഗമിക്കുന്നു. സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾ, NDA സ്ഥാനാർത്ഥിയായ സി കൃഷ്ണകുമാർ ഉൾപ്പെടെ, അതുപോലെ തന്നെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ K സുരേന്ദ്രൻ, മുതിർന്ന BJP നേതാവായ കുമ്മനം രാജശേഖരൻ തുടങ്ങിയ ആളുകളെയൊക്കെ നമുക്ക് ഈ രഥോത്സവത്തിന് കാണാൻ കഴിയുന്നുണ്ട്. അവരെയൊക്കെ രഥം വലിക്കുന്നതിനായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അവരൊക്കെ വലിയ ആവേശത്തോടെ രഥോത്സവത്തിന് ഇങ്ങനെ രഥപ്രയാണത്തിന് അവർ രഥം വലിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഏതായാലും ആ രഥോത്സവത്തിൻ്റെ രഥപ്രയാണം ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ അത് വലിയ ആവേശം തന്നെയാണ് ഓരോ ആളുകളിലും സൃഷ്ടിക്കുന്നത്. വളരെ ഭക്തിസാന്ദ്രമായ മുഹൂർത്തത്തിലൂടെയാണ് കൽപ്പാത്തി അഗ്രഹാരം കടന്നു പോകുന്നത്. മുതിർന്ന BJP നേതാക്കൾ ഉൾപ്പെടെ സജീവമായി തന്നെ വലിക്കുന്നു. ആവേശത്തോടുകൂടെ തന്നെ രഥപ്രയാണം നടത്തുന്നു എന്നുള്ളതാണ്. ഏതായാലും കൽപ്പാത്തിയിലെ ഈ ആദ്യ ദിവസം തന്നെ, രഥോത്സവത്തിൻ്റെ ആദ്യ ദിവസം തന്നെ വലിയ തിരക്ക്, മുൻ വർഷങ്ങളിലൊന്നും കാണാത്ത തരത്തിലുള്ള വലിയ തിരക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളതാണ്. കാഴ്ചക്കുലകളും മറ്റുമൊക്കെ വെച്ച് അലങ്കരിച്ച ആ ഭഗവാന്മാരുടെ, ദേവീദേവന്മാരുടെ രഥങ്ങൾ ഇങ്ങനെ അഗ്രഹാര വീതിയിലൂടെ പ്രയാണം തുടങ്ങിയിരിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങൾ പൂർണ്ണമായും ഭക്തിസാന്ദ്രമാണ് കൽപ്പാത്തിക്ക്. ഇനിയുള്ള 3 ദിവസങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 15-ാം തീയതിയാണ്. 15-ാം തീയതി കൽപ്പാത്തിയിൽ ദേവരഥ സംഗമം നടക്കും. അതായത് വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലെ 3 രഥങ്ങളും, അതുപോലെ മന്തക്കര മഹാഗണപതിയുടെ രഥവും, ചാത്തപ്പുരം പ്രസന്ന മഹാഗണപതിയുടെ രഥവും, ലക്ഷ്മീനാരായണ പെരുമാൾ സ്വാമിയുടെ രഥവും, അങ്ങനെ എല്ലാ ക്ഷേത്രങ്ങളിലെയും രഥങ്ങൾ ഒരുമിച്ച് 15-ാം തീയതി വൈകിട്ട് 6 മണിക്ക് തേരുമുട്ടി എന്നുള്ള കുണ്ടമ്പലത്തിന് സമീപത്ത് ഒരുമിച്ച് സംഗമിക്കും. ആ ദേവരഥ സംഗമം അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. എല്ലാ ദേവതമാരെയും ഒരുമിച്ച് കാണാൻ കഴിയുമെന്നുള്ളതാണ് അന്നത്തെ പ്രത്യേകത. മാത്രമല്ല, ഈ രഥോത്സവം എന്നുള്ളത് എന്തുകൊണ്ടാണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ, തമിഴ്നാട്ടിലെ മയിലാടുംതുരയിലെ മയൂരനാഥ ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള അതേ ചടങ്ങുകളാണ് കൽപ്പാത്തിയിലെ ഈ രഥോത്സവത്തിനും ഇവിടെയും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല, നമുക്കറിയാം ഒരു വർഷത്തിലെ 364 ദിവസവും നമ്മൾ ഭഗവാനെ കാണുന്നതിന് വേണ്ടി ക്ഷേത്രത്തിലാണ് പോവാറെങ്കിൽ ഈ രഥോത്സവം ദിവസം ദേവീദേവന്മാർ അഗ്രഹാരത്തെ ഓരോ വീടുകളുടെയും മുൻവശത്തേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ആ ഒരു പ്രത്യേകത. ആ ഓരോ ദേവീദേവന്മാരൊക്കെ ഭഗവാന്മാരൊക്കെ തന്നെ ക്ഷേത്രത്തിൽ നിന്നും ഓരോ ആളുകളുടെയും വീട്ടുമുറ്റത്തേക്ക് എത്തുന്ന ആ ഒരു പ്രത്യേക ദിനം, ആ ദിനം തന്നെയാണ് കൽപ്പാത്തി രഥോത്സവം. ആ രഥോത്സവ ദിനം വളരെ ആവേശത്തോടെ പുരോഗമിക്കുകയാണ്. രഥോത്സവത്തിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ, അതുപോലെ തന്നെ BJP സ്ഥാനാർത്ഥി പാലക്കാട്ട് NDA സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ രഥോത്സവത്തിൽ വളരെ സജീവമായി തന്നെ പങ്കെടുക്കുന്നവരൊക്കെ ഭഗവാൻ
ഭഗവാനെ സ്തുതിച്ച് ഇപ്പോൾ രഥോത്സവത്തിൽ ആ രഥത്തിനെ തൊഴുകയായി പ്രാർത്ഥിക്കുന്ന കാഴ്ചകൾ കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടെ തന്നെയാണ് രഥപ്രയാണം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അന്തരീക്ഷത്തിലാകെ ഭഗവാൻ സ്തുതികൾ അങ്ങനെ അലയടിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഏതായാലും കൽപ്പാത്തിയിൽ ഇനിയുള്ള ദിവസങ്ങൾ ആഘോഷത്തിൻ്റെ ദിവസമാണ്, ആവേശത്തിൻ്റെ ദിവസമാണ്. ഭക്തിസാന്ദ്രമാണ് കൽപ്പാത്തി.